മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രശസ്ത സോപാന ഗായകനായ ഞെരളത്ത് ഹരിഗോവിന്ദൻ സന്നിധാനത്ത് സംഗീതാർച്ചന നടത്തി. സാമ്പ്രദായിക സോപാന സംഗീതത്തിന് ഉപയോഗിക്കാത്ത വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഹരിഗോവിന്ദന്റെ സംഗീതം. ഇത് 4ാം തവണയാണ് ഞെരളത്ത് ഹരിഗോവിന്ദൻ ശബരീശ സന്നിധിയിലെത്തുന്നത്. പക്ഷേ ഇത്തവണത്തെ മലകയറ്റത്തിന് ഏറെ പ്രത്യേകതകളുണ്ടായിരുന്നു. പ്രകൃതി സംരക്ഷണമാണ് യഥാർത്ഥ ഈശ്വരാരാധന എന്ന ആശയ പ്രചരണത്തിനായി പമ്പ മുതലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്താണ് ഹരിഗോവിന്ദനും സംഘവും സന്നിധാനത്തെത്തിയത്. പിന്നെ പൂങ്കാവനത്തിന്റെ അധിപന് വേണ്ടി സ്വയം എഴുതി ചിട്ടപ്പെടുത്തിയ നാദാർച്ചന. ഇതിന് അകമ്പടി സേവിച്ചതാട്ടെ സാമ്പ്രദായിക സോപാന സംഗീതത്തിൽ ഇല്ലാത്ത ദഫും കോലും അറവനയും. പ്ലാസ്റ്റിക് പെറുക്കാൻ ഇനി കാലങ്ങളായിട്ട് ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള മുഴുവൻ ആളുകളും അവർ ചെയ്യുന്ന പ്രവൃത്തി അകത്ത് ശ്രീകോവിലിനകത്ത് മേൽശാന്തി ചെയ്യുന്ന കർമ്മത്തിന് തുല്യമായ പവിത്രമായ കർമ്മമാണ് അവർ ചെയ്യുന്നത്. കേരളത്തിലെ സാമ്പ്രദായിക സോപാന സംഗീതജ്ഞരുടെ ആലാപന ശൈലികൾ ചിത്രീകരിച്ച CD പ്രകാശനവും ഹരിഗോവിന്ദനും സംഘവും സന്നിധാനത്ത് നടത്തി. 40ഓളം കലാകാരന്മാരുടെ ആലാപനമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, സന്നിധാനം.